നമസ്കാരം. നിലയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് മഴയുടെ തീവ്രത കുറഞ്ഞു. കഴിഞ്ഞ ദിവസം മിന്നൽ പ്രളയത്തിൽ വ്യാപക നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. മഴക്കെടുതിയിൽ സംസ്ഥാനത്താകെ 8 പേർ മരിച്ചതായും 8 പേരെ കാണാതായതും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. 13 പേരാണ് പരിക്കേറ്റ് ചികിത്സയിലുള്ളത്. 27 വീടുകൾ പൂർണ്ണമായും 196 വീടുകൾ ഭാഗികമായും തകർന്നു. 209 ക്യാമ്പുകളിലായി 5792 പേരെ പാർപ്പിച്ചെന്നും കണക്കുകൾ പറയുന്നു. അതേസമയം പല ക്യാമ്പുകളിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലെന്നാണ് ജനങ്ങളുടെ പരാതി. എന്നാൽ വേണ്ടത്ര സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നാണ് പ്രാദേശിക ഭരണകൂടങ്ങളുടെ പ്രതികരണം. മരുന്നുകൾ കൃത്യസമയത്ത് എത്തിച്ചില്ലെന്നും ഉദ്യോഗസ്ഥ ഏകോപനം ഇല്ലെന്നും വകുപ്പുകളുടെ ഏകോപനത്തിന് പ്രത്യേക സംവിധാനം വേണമെന്നും ആവശ്യം ഉണ്ട്. മഴ കുറഞ്ഞിട്ടും വെള്ളിയാങ്കല്ല് തടയണയിൽ ജലനിരപ്പ് ഉയരുന്നു. തീരപ്രദേശങ്ങളിലുള്ളവരും പുഴയിൽ ഇറങ്ങുന്നവരും അതീവ ജാഗ്രത പാലിക്കണം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടരുന്ന കനത്ത മഴയ്ക്ക് അല്പം ശമനം ലഭിച്ചുവെങ്കിലും വെള്ളിയാങ്കല്ല് തടയണയിലെ ജലനിരപ്പ് ഉയരുകയാണ്. ഇതോടെ തടയണയുടെ 27 ഷട്ടറുകളിൽ 23 ഷട്ടറുകളും തുറന്നു. കഴിഞ്ഞ ദിവസം 21 ഷട്ടറുകളായിരുന്നു ഉയർത്തിയിരുന്നത്. നിലവിൽ ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന ജലനിരപ്പാണ് തടയണയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നീരൊഴുക്ക് വർദ്ധിച്ചതോടെ തീരപ്രദേശങ്ങളിലുള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി. പുഴ സന്ദർശിക്കാൻ എത്തുന്നവർ ഒരു കാരണവശാലും പുഴയിൽ ഇറങ്ങരുത്. ഭാരതപ്പുഴ നിറഞ്ഞൊഴുകാൻ ആരംഭിച്ചതോടെ തടയണയുടെ സംരക്ഷണ ഭിത്തി നിർമ്മാണം നടക്കുന്ന ഭാഗങ്ങളിൽ പുഴവക്കിടിയൽ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഇരുകരയും മുട്ടിയൊഴുകുന്ന പുഴ കാണാൻ എത്തുന്ന സന്ദർശകരുടെ എണ്ണവും വർദ്ധിച്ചു വരികയാണ്. മഴയ്ക്ക് അല്പം ശമനമുണ്ടെങ്കിലും പട്ടാമ്പിയിൽ ഭാരതപ്പുഴയിൽ ശക്തമായ കുത്തൊഴുക്കാണ്. പട്ടാമ്പി പാലത്തിന് തൊട്ട് താഴെയാണ് പുഴ ഒഴുകുന്നത്. മഴ തുടർന്നാൽ കരയിലേക്ക് വെള്ളം കയറും. ശക്തമായ മഴയിൽ പട്ടാമ്പി ഭാരതപ്പുഴ ഇരുകരയും മുട്ടിയാണ് ഒഴുകുന്നത്. ശക്തമായ കുത്തൊഴുക്കാണ് പുഴയിൽ അനുഭവപ്പെടുന്നത്. പട്ടാമ്പി പാലത്തിന് തൊട്ടു താഴെയാണ് ഞായറാഴ്ച രാവിലെ മുതൽ പുഴ ഒഴുകുവാൻ തുടങ്ങിയത്. മഴയ്ക്ക് അല്പം ശമനമുണ്ടായിട്ടുണ്ടെങ്കിലും പുഴയിൽ കുത്തൊഴുക്ക് ശക്തമാണ്. തീരദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മഴ തുടരുകയാണെങ്കിൽ തീരപ്രദേശത്തെ പലയിടങ്ങളിലേക്കും വെള്ളം കയറും. തിരുവേഗപ്പുറ മഹാക്ഷേത്രത്തിൽ ഗജപൂജയും ആനയൂട്ടും ഭക്തി നിർഭരമായി. 5 ആനകളാണ് ആനയൂട്ടിൽ പങ്കെടുത്തത്. തിരുവേഗപ്പുറ മഹാക്ഷേത്രത്തിൽ രാമായണ മാസാചത്തിന്റെ ഭാഗമായാണ് ഗജപൂജയും ആനയൂട്ടും നടന്നത്. രാവിലെ ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് ഗജപൂജയും നടന്നു. ക്ഷേത്രം തന്ത്രി കാലടി പടിഞ്ഞാറടത്ത് ശങ്കരനുണ്ണി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ആമ്പാടി മഹാദേവൻ എന്ന ഗജവീരനെ പ്രത്യക്ഷ ഗണപതിയായി സങ്കല്പിച്ചുകൊണ്ടായിരുന്നു ഗജപൂജ നടത്തിയത്. ഗജപൂജയിലും ആനയൂട്ടിലും 5 ആനകളാണ് പങ്കെടുത്തത്. തോട്ടേക്കാട്ടെ കുഞ്ഞുലക്ഷ്മി, മംഗലാംകുന്ന് മുകുന്ദൻ, ആമ്പാടി മഹാദേവൻ, നെടുമൺകാവ് മണികണ്ഠൻ, അക്കരമേൽ ബാബുലാൽ തുടങ്ങിയ ആനകളാണ് പങ്കെടുത്തത്. നിരവധി വിശ്വാസികളും ചടങ്ങുകളിൽ പങ്കെടുത്തു.
തൃത്താല കൊപ്പം അയ്യപ്പ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ആനയൂട്ടും വിശേഷാൽ പൂജകളും നടത്തി ഔഷധക്കഞ്ഞി വിതരണവും ഉണ്ടായിരുന്നു. തൃത്താലക്കൊപ്പം അയ്യപ്പ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായാണ് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ആനയൂട്ട്, സർപ്പക്കാവിൽ പൂജ, ഔഷധക്കഞ്ഞി വിതരണം തുടങ്ങിയ വിശേഷ പരിപാടികൾ നടത്തിയത്. ക്ഷേത്രം മേൽശാന്തി പനമ്പറ്റമന സന്തോഷ് നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നിരവധി വിശ്വാസികളും ചടങ്ങുകളിൽ പങ്കെടുത്തു. അഖണ്ഡ രാമായണ പാരായണവും ഉണ്ടായിരുന്നു. സംസ്ഥാനതല അലിഫ് അറബിക് ടാലന്റ് ടെസ്റ്റ് പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. സമാപന ചടങ്ങ് പട്ടാമ്പി നഗരസഭാ ചെയർമാൻ TP ഷാജി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനതല അലിഫ് അറബിക് ടാലന്റ് ടെസ്റ്റാണ് പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തിയത്. വിവിധ ജില്ലകളിൽ നിന്നും തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. മത്സരത്തിന്റെ സമാപന സമ്മേളനം പട്ടാമ്പി നഗരസഭാ ചെയർമാൻ TP ഷാജി ഉദ്ഘാടനം ചെയ്തു. വേണ്ടിയാണ് വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിലുള്ള ടെസ്റ്റുകളൊക്കെ തന്നെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതുവഴി നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്ന ഒരു പുതിയ തലമുറക്ക് നമ്മുടെ സമുദായത്തിലും സമൂഹത്തിലും നന്മയിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ അവർക്ക് നടത്താൻ സാധിക്കട്ടെ എന്ന് മാത്രം. കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് സൈനുൽ അബുദ്ദീൻ അധ്യക്ഷനായിരുന്നു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CMA കരീം, പട്ടാമ്പി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഹസ്ന അനീഫ എന്നിവർ മുഖ്യാതിഥികളായി. സ്റ്റേറ്റ് അലിഫ് കൺവീനർ MT റഷീദ് വിജയികളെ പ്രഖ്യാപിച്ചു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP രാമദാസ് സമ്മാനദാനം നിർവഹിച്ചു. PA സലാം, പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ HM ഗീത, നൌഷാദ് കോപ്പിലാൻ, MTA നാസർ, K ഗോപാലകൃഷ്ണൻ, VK ഷറഫുദ്ദീൻ, അസ്നദ്, നൂറുൽ അമീൻ, ഡോക്ടർ മുഹമ്മദ് അലി മിസ്കാന്തി, സലാം, T സൈദലവി, റംല, ET അബ്ദുൽ സമദ്, നിസാർ അഹമ്മദ്, മൻസൂർ മാടമ്പാട് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ഇതോടെ നിലയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.